ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന അക്ഷയ, CSC, ജനസേവന സ്ഥാപനങ്ങൾക്കൊക്കെ അവരുടെ വർക്കുകൾ എളുപ്പമാക്കുന്നതിനും മാർക്കറ്റിംഗ് ചെയ്യുന്നതിനും സഹായിക്കുന്ന കമ്പ്യൂട്ടറിലും ഫോണിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെബ് ലോഗിൻ സംവിധാനമാണ് USKG ലോഗിൻ സോഫ്റ്റ്വെയർ. ഒരുപാട് ബെനിഫിറ്റുകൾ അടങ്ങുന്ന ഈ ഒരു വെബ് ലോഗിൻ സോഫ്റ്റ്വെയറിൽ പ്രധാന ഉപയോഗം എന്ന് വെച്ചാൽ നിരന്തര ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്നൊരു മേഖലയാണ് ഈ ഓൺലൈൻ സേവനങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ പോസ്റ്ററുകൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ ഒറ്റ ക്ലിക്കിൽ കിട്ടുക എന്നുള്ളതാണ് ഒരു ബെനിഫിറ്റ് വരുന്നത്. ഇവിടെ ഈ ന്യൂലി ആഡഡ് സർവീസ് എന്ന ഓപ്ഷനിൽ നമ്മൾ വ്യൂ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവസാനം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സർവീസുകളൊക്കെ പോസ്റ്റുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ ഡിസൈൻ നോളജ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ സോഫ്റ്റ്വെയർ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള പോസ്റ്റേഴ്സ് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്ടർമാർക്കോട് കൂടിയിട്ടുള്ള ഇവിടെ ബ്രാൻഡ് ഇമേജ് താഴെ വരും. അത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ലോഗോ അതല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ്, മൊബൈൽ നമ്പർ എന്തൊക്കെയാണോ കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മളോട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നമ്മുടെ ബാക്ക് എൻഡിൽ ഡിസൈൻ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരും. അപ്പോൾ എല്ലാ പോസ്റ്ററിലും ഏകദേശം ഒരു 2000-ഓളം പോസ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് അത് ആഡ് ചെയ്തിട്ട് വരുന്നതാണ്. ആ രീതിക്ക് ഒറ്റ ക്ലിക്കിൽ ഡൗൺലോഡ് എടുക്കാൻ പറ്റും. നിങ്ങളുടെ വാട്ടർമാർക്കാണ് ഉണ്ടാവുക, നിങ്ങളുടെ ബ്രാൻഡ് ഇമേജാണ് ഈ ഒരു ഒറ്റ ക്ലിക്കിൽ കിട്ടുന്ന പോസ്റ്റേഴ്സിൽ ഉണ്ടാവുക. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡൗൺലോഡ്സിൽ അല്ലെങ്കിൽ ഫോണിലാണെങ്കിലും ഗാലറിയിലിട്ട് ആ ഒരു പോസ്റ്റേഴ്സ് കിട്ടുന്നതാണ് കേട്ടോ. ന്യൂലി ആഡ് സർവീസിൽ ഇവിടെ നമുക്ക് ഒരുപാട് സർവീസുകൾ പോസ്റ്റേഴ്സ് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഡാറ്റയുടെ വന്നിട്ടുള്ള ഓരോ അപ്ഡേറ്റുകളാണ് ഈ കാണുന്ന പോസ്റ്റേഴ്സുകളൊക്കെ. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് എല്ലാ വർക്കിംഗ് ഡേയ്സിലും ഒരു 3-4 സർവീസുകൾ അപ്ഡേറ്റുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പോസ്റ്ററുകൾ നിങ്ങൾ ലോഗിൻ സമയത്ത് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നുള്ള സമയത്തുള്ള പോസ്റ്റേഴ്സ് എല്ലാം ഉണ്ടാവുക. അന്നേ ദിവസം വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ് ഉണ്ടാവുക. ഡൗൺലോഡ് ബട്ടൺ കൂടാതെ നമുക്കൊരു ഡീറ്റെയിൽസ് ബട്ടൺ ഈ ഒരു പോസ്റ്ററിൻ്റെ കൂടെ തന്നെ കാണാൻ പറ്റുന്നതാണ്. ഈ ഡീറ്റെയിൽസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സർവീസിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നതാണ്. സർവീസിൻ്റെ ഡീറ്റെയിൽസ്, സൈറ്റിൻ്റെ ലിങ്ക്, കാര്യങ്ങൾ, അതേപോലെ സർവീസ് ചെയ്യാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീറ്റെയിൽസ് കൂടെ ഇവിടെ കിട്ടുന്നതാണ്. നമുക്കതിൽ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡൗൺലോഡ് ഫോം, വ്യൂ മോർ, സർവീസിനെ കുറിച്ച് ഇനിയും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വ്യൂ മോർ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ഫോം, ഇതിപ്പോൾ നമുക്ക് ഡൗൺലോഡ് ഫോം ആണെന്നുണ്ട് ഇവിടെ വരുന്നത്. അതിൽ സർവീസ് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ വരും. ഇത് ഓഫ്ലൈൻ ആയതുകൊണ്ടാണ് ഈ ഒരു പദ്ധതി ഇമ്പച്ചി ബാവ ഹൗസിംഗ് റിനോവേഷൻ സ്കീമിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഓഫ്ലൈനായിട്ട് അപേക്ഷ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡൗൺലോഡ് ഫോമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഡൗൺലോഡ് ഫോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോമിൻ്റെ ഇത് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. നമുക്ക് കസ്റ്റമറിന് പ്രിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു സർവീസ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉണ്ടാവുക. ഈ രീതിക്ക് നമുക്ക് അറിയാമല്ലോ ഒരുപാട് സർവീസുകൾ വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ സർവീസ് അപേക്ഷ ഫോമുകളോ അതേപോലെ അതിൻ്റെ ഇപ്പോൾ ഡീറ്റെയിൽസ് ക്ലിക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്കോളർഷിപ്പാണ്, അപ്പോൾ അതിൻ്റെ സർവീസ് ലിങ്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ സർവീസ് ലിങ്ക് നമുക്ക് ഈ ഒരു ലിങ്ക് കണ്ടെത്തി സമയം കളയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അപേക്ഷ ഫോം കണ്ടെത്തി അത് സെർച്ച് ചെയ്തിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുപാട് സമയം അങ്ങനെ ലാഭിക്കാൻ പറ്റുന്നതാണ്. ഈ രീതിക്ക് നമുക്ക് ഒരുപാട് സർവീസുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ ലഭ്യമാണ്. കൂടാതെ അതിൻ്റെ സർവീസിൻ്റെ പ്രൊമോട്ട് ചെയ്യാനുള്ള പോസ്റ്റേഴ്സുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഓക്കെ, അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സർവീസുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സർവീസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതാണ്. ഇനി താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ലിങ്ക് കിട്ടും. അതിൽ പോയിട്ട് നമുക്ക് ആ ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അപ്ലൈ ലിങ്ക് ഇവിടെ ഉണ്ടാവും. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സർവീസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ കുറച്ച് സർവീസുകൾ, അതായത് നമുക്ക് 400ഓളം സർവീസുകളുടെ വീഡിയോസ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സർവീസിൻ്റെ വീഡിയോ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. വീഡിയോ ട്യൂട്ടോറിയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സർവീസ് ചെയ്യാനുള്ള വീഡിയോ ഇന്ത്യൻ റെയിൽവേയുടെ കാർഡ് പൂരിപ്പിച്ച് കൊടുക്കാൻ ഫുൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊടുത്ത് റോബോട്ടുള്ള ബാക്കി ക്ലിക്ക്. അപ്പം അങ്ങനെ ഈ ഒരു സർവീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻ മലയാളത്തിൽ നമ്മളെ ഗൈഡ് ലൈൻ ഈ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ ഓപ്ഷനിൽ വരുന്നുണ്ട്. ഒരു 400ഓളം സർവീസുകൾ വീഡിയോ നമ്മൾ നിലവിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്കുള്ളൊരു സംവിധാനമാണ് ഈ ഒരു ഡീറ്റെയിൽസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. അങ്ങനെയാണ് ഈ ഒരു ന്യൂലി ആഡ് സർവീസിൽ വരുന്ന സർവീസുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ അങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് പ്രിൻറ്റ് ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കാൻ പറ്റും കസ്റ്റമറിന് വേണ്ടിയിട്ട് ഒരു ബില്ല്. ആ രീതിക്കുള്ളൊരു സംവിധാനമാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള ഓപ്ഷൻ സെർച്ച് ഇൻവോയ്സ് എന്ന ഓപ്ഷനാണ്. അത് നമുക്ക് ഈ വന്നിട്ടുള്ള ഇൻവോയ്സ് കൊടുത്തിട്ടുള്ള കസ്റ്റമറുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് അവരുടെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ കൊടുത്തിട്ടുള്ള സർവീസുകളുടെ ബില്ലുകൾ നമുക്ക് കാണാൻ പറ്റും. അവരുടെ മാത്രമായിട്ടുള്ള ബില്ലുകൾ എന്തെങ്കിലും റെഫറൻസിന് വേണ്ടിയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ്. അവർ കസ്റ്റമർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തിട്ടുള്ള ബില്ലുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഫോംസ് എന്ന ഓപ്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫോമുകൾ ഇവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കുള്ള സേവനങ്ങൾ ചെയ്യുമ്പോൾ ആവശ്യം വരുന്ന ഫോമുകളാണ് ഇവിടത്തേക്കുള്ള. നമ്മൾ ഓൺലൈന് പുറമെ ഓഫ്ലൈൻ അപേക്ഷകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിനുള്ള അപേക്ഷ ഫോമുകൾ കാര്യങ്ങൾ, അതായത് അഫിഡവിറ്റ് ഓൺലൈനാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ വരാറുണ്ട്. അങ്ങനെയുള്ള സർവീസുകൾ ചെയ്യുമ്പോൾ ആവശ്യം വരുന്ന ഫോമുകളാണ് ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒറ്റ ക്ലിക്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓരോ ഫോമുകളും നമുക്ക് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള ഓപ്ഷനാണ് ഈ ഡൗൺലോഡ് ഫോംസിൽ വരുന്നത്. ഇത് നമുക്ക് ഡീറ്റെയിൽസിലും കിട്ടുന്നതാണ്, ഇവിടെ അവൈലബിൾ ആണെന്നുള്ളൂ. ഡൗൺലോഡ് ഡോക്യുമെൻറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് റെൻറ്റ് എഗ്രിമെൻറ്റ് അങ്ങനെയുള്ള എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ വർക്ക് ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
CV റെസ്യൂമ്, അതായത് നമുക്ക് CV കസ്റ്റമർക്ക് ആവശ്യമുണ്ടെങ്കിൽ എഡിറ്റബിൾ ഫയലായിട്ട് ഡോക്യുമെൻറ്റ്സ് ഫയൽ കാണും. ഇതിൻ്റെയൊക്കെ ഡൗൺലോഡ് ക്ലിക്ക് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഡോക്യുമെൻറ്റ് ഫയൽ കിട്ടും. ജസ്റ്റ് അതിൽ നമ്മുടെ കസ്റ്റമർ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ട് കസ്റ്റമറിന് CV ക്രിയേറ്റ് ചെയ്തിട്ട് നല്ലൊരു വരുമാനം കണ്ടെത്താൻ സഹായിക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഇത് വരുന്നത്. പിന്നെ നമുക്ക് ഡാറ്റ കളക്ഷൻ ഫോം. ഇനി നമുക്ക് ഡാറ്റ കളക്ഷൻ ഫോംസ് ആണ് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് നിങ്ങൾ ഓൾറെഡി സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് അറിയുണ്ടാവും. +1 അഡ്മിഷൻ, ഡിഗ്രി അഡ്മിഷൻ സമയത്തൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു ഓപ്ഷനാണ് ഈ ഡാറ്റ കളക്ഷൻ ഫോം. സർവീസ് വീഡിയോസ് എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഓൺലൈൻ ചെയ്യുന്ന സർവീസുകളിലൊക്കെ വീഡിയോസ്, അതിൻ്റെ സ്റ്റെപ്പുകൾ വിവരിക്കുന്ന വീഡിയോസാണ്. ആ രീതിക്ക് നിങ്ങൾക്ക് സർവീസുകൾ അറിയാത്ത സർവീസുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ സർവീസിനെ കുറിച്ച് പഠിക്കാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള സർവീസുകളൊക്കെ വീഡിയോസാണ്. നമുക്ക് ഒരു 400ഓളം സർവീസുകളുടെ വീഡിയോ നമ്മൾ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾക്ക് സർവീസുകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാച്ച് വീഡിയോ കൊടുക്കുക. നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ തന്നെ പ്ലേ ചെയ്ത് കാണാനുള്ള ഒരു സജ്ജീകരണമാണ് വരുന്നത്. ഇതിൽ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് വരുന്നതാണ്. വീഡിയോ അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ലോഡ് ചെയ്ത് വരാൻ. ഓക്കെ, അതിൽ പ്ലേ ചെയ്യാം. കേരള എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് കൗൺസിലിന്റെ കീഴിൽ കൊടുക്കുക. അപേക്ഷകന്റെ ഫാദർ നെയിം, സ്റ്റുഡന്റിന്റെ ഫാദർ നെയിം, ശേഷം കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ആണ് എൻ്റർ ചെയ്ത് ഫയലിലേക്കുള്ള ഭാഗങ്ങൾ ഫില്ല് JPEG ഫോർമാറ്റ്, JPEG ഫോർമാറ്റ് ആണ് നമ്മൾ ഈ രീതിക്ക് ഉപയോഗിക്കേണ്ടത്. അതിനായിട്ട് സെലക്ട്, അതായത് പെർമനന്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും സെയിം തന്നെയാണെങ്കിൽ ഡെപ്പോസിറ്റ് 200 രൂപ, ടോട്ടൽ 5300 രൂപ ചെക്ക് ചെയ്യുക. കംപ്ലീറ്റ് A to Z ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്. ഈ രീതിക്ക് സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് അതായത് കൂടുതൽ സർവീസുകളെ കുറിച്ച് പഠിക്കാനും ഈ ഒരു സെക്ഷൻ ഉപയോഗിക്കാം. അതിന് സഹായിക്കുന്ന ഒരു സെക്ഷനാണ് ഈ സർവീസ് വീഡിയോസ് വരുന്നത്. ഇനി നമുക്ക് വീഡിയോ പോലെ തന്നെ നമുക്ക് ഗൈഡ് ലൈൻസ് ആയിട്ട് PDF ഗൈഡ് ലൈൻസ് കിട്ടുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിലിപ്പോൾ വളരെ കുറച്ച് സർവീസുകൾ ഗൈഡ് ലൈൻസുകൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി അതിന് ഒരുപാട് സർവീസുകൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുന്ന ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ വാലിഡേറ്റ് ചെയ്യേണ്ട അതിൻ്റെ ഒരു പ്രൊസീജിയർ ഓരോ സ്റ്റെപ്പ് ആയി കാണിക്കുന്ന ഒരു PDFൻ്റെ ഗൈഡ് ലൈനാണ്. ഇതിലേക്ക് ഒരുപാട് സർവീസുകൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംവിധാനമാണ് ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇത് നമുക്ക് വരുന്ന സർവീസുകൾ ചെയ്യുമ്പോൾ ആവശ്യം വരുന്ന സോഫ്റ്റ്വെയർസുകൾ, അതിൻ്റെ ലിങ്കുകൾ, അതിൻ്റെ എല്ലാം ആക്സസ് കിട്ടാനുള്ള ഒരു ഓപ്ഷനാണ്. ടൂൾസ് ആണെങ്കിൽ നമുക്ക് PDF ടൂളുകൾ, അതേപോലെ മലയാളം ടൈപ്പിംഗ്, അതേപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് സർവീസുകൾ ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ടൂൾസുകൾ കിട്ടാനുള്ള ഓപ്ഷനാണ്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ വരുന്നുണ്ട്. ഈ സൈഡിലായിട്ടുള്ള ഓപ്ഷൻസിൽ വരുന്നുണ്ട്. ഇനി ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഓപ്ഷൻ വരുന്നത് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും സർവീസുകൾ നമ്മൾ ചെയ്യാൻ പെൻഡിങ് വരുന്നത്, അതായത് വെബ്സൈറ്റ് കിട്ടാതെ വരിക, അതല്ലെങ്കിൽ എന്തെങ്കിലും സെർവർ ഇഷ്യൂ കാരണങ്ങളൊക്കെ സൈറ്റ് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ആ ഒരു സർവീസ് പെൻഡിങ് വന്നു കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും നോട്ട് ചെയ്യണമെങ്കിലുള്ള ഒരു ഓപ്ഷനാണ്. അതായത് റിമൈൻഡർ പോലെ ഒരു പെൻഡിങ് എന്നിട്ട് ആഡ് ചെയ്യുക. എന്തെങ്കിലും സർവീസ് ചെയ്യാണ്ടെങ്കിൽ അത് 1, 2 ആയിട്ട് നമുക്ക് എത്ര സർവീസുകളാണെങ്കിലും എത്ര വേണമെങ്കിലും ആഡ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ പുതിയ നോട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഇതിൽ നമുക്ക് ആ ഒരു സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു എന്തെങ്കിലും വൈഫൈ ബിൽ പെൻഡിങ് എന്തെങ്കിലും പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെൻഡിങ് കഴിഞ്ഞാൽ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റ് കഴിഞ്ഞാൽ ആ ഒരു സർവീസ് നമുക്ക് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ആ രീതിക്ക് നമുക്ക് റിമൈൻഡർ ഓപ്ഷനായിട്ട് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷനിൽ വരുന്നത്. ഈ രീതിക്ക് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ ഈ ഒരു ലോഗിനിൽ വരുന്നുണ്ട്. ഇവിടെ താഴെ വന്നു കഴിഞ്ഞിട്ട് മൈ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് ഡീറ്റെയിൽസുകൾ, ബ്രാൻഡ് ഇമേജ് എന്താ വരുന്നതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ആ രീതിക്ക് നമ്മുടെ പ്ലാൻ, നമ്മുടെ സോഫ്റ്റ്വെയർ എത്ര കാലം വാലിഡിറ്റി ഉണ്ടെന്നുള്ള ഇവിടെ കാണാൻ പറ്റും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്.